നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരു ലെജൻഡാണ്. ഇതിപ്പോൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ലെജൻഡിനെ യുണൈറ്റഡ് പറഞ്ഞു വിട്ട രീതി ശരിയായിരുന്നുവോ, എറിക് ടെൻ ഹാഗ് ട്രീറ്റ് ചെയ്ത രീതി ശരിയായിരുന്നുവോ എന്നതൊരു ചോദ്യം തന്നെയാണ്. എന്നാൽ ടെൻ ഹാഗിന് ശേഷം വന്ന കോച്ച് റൂബൻ അമോറിം അതെടുത്തു പറയുകയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരു ലെജൻഡാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനോ ഈസ് എ ലെജൻഡ് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതിലൊരു തർക്കവും വേണ്ട. അദ്ദേഹം എന്തായാലും പോർച്ചുഗലിൽ എല്ലാവർക്കും ഒരു എക്സാമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അദ്ദേഹം ഒരു എക്സാമ്പിളാണ്, എല്ലാവർക്കും എക്സാമ്പിളാണ്. ഞങ്ങൾ പോർച്ചുഗീസുകാർക്കൊക്കെ അദ്ദേഹം ഒരു എക്സാമ്പിളാണ്. യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഒരു ലെജൻഡാണ് എന്ന് തന്നെ റൂബൻ അമോറിം പറയുന്നു. പക്ഷേ ഒരു ലെജൻഡിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. CR7 അവിടെ നിന്ന് പോയ രീതി ഒട്ടും ഒരു ലെജൻഡിന് യോജിച്ച രൂപത്തിലായിരുന്നില്ല. ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും അതിൽ പുറത്തേക്ക് വന്ന സംഭവങ്ങളും പിന്നീട് അതിനെ തുടർന്ന് ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേഷൻ നടക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം പിന്നെ സൗദി അറേബ്യയിൽ പോയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ടെൻ ഹാഗിന് പറ്റിയതോ ക്രിസ്ത്യാനോയാണ് പ്രശ്നം എന്ന രൂപത്തിൽ പറഞ്ഞ ടെൻ ഹാഗിന് പറ്റിയതെന്താ എന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടു. അതാണ് കാലം കാത്തുവെക്കുന്ന കാവ്യനീതി എന്ന് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.